Hello human, it's me, Octopus. Welcome to my world. അർജുനെ കാണാതായിട്ട് ദിവസം ഇന്നേക്ക് 9. കർണാടക സർക്കാരിന് എന്താണ് മറയ്ക്കാനുള്ളത്? അവിടെയുള്ള പോലീസുകാർക്ക് എന്താണ് മറയ്ക്കാനുള്ളത്? ബ്ലാസ്റ്റ് നടന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ടോ? ഇന്നാണ് മിക്ക ചാനലും ബ്ലാസ്റ്റിൻ്റെ പേരിൽ പറയുന്നത്. ಅಂಥದ್ರಲ್ಲಿ ಈಗ ಇವ್ರನ್ನು ಯಾಕೆಂದರೆ ಇವರು ಅಲ್ಲಿ ಘಟನೆಗೆ ಸಾಕ್ಷಿಯಾದವರು. ಸರ್, ನೀವು ನೋಡಿದ ದೃಶ್ಯವನ್ನು ಹೇಳಿ. ನಾನು ನೋಡಿದ ಪ್ರಕಾರದಲ್ಲಿ ದರೆ ಬಂದೆ ಆ ಕಂಬ ಬಂದು ಸಿಲಿಂಡ್ರ್ ಗಾಡಿ ಬಂದು ಬಿದ್ದು ಹೊಡೆತಕ್ಕೆ ಅದು ಬ್ಲಾಸ್ಟ್ ಆಯ್ತಾ ಏನಾಯ್ತೇನೋ, ನೀರು ಹಾರ್ಬರ್ಬೇಕು. ബ്ലാസ്റ്റ് നിന്ന് രക്ഷപ്പെട്ട ആ മനുഷ്യൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അത് ലൈൻ കമ്പി തട്ടി ബ്ലാസ്റ്റായി. മറ്റൊരു വീഡിയോ കൊണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതിൽ കൂടുതൽ എന്ത് ക്ലാരിറ്റിയാണ് ഒരു വീഡിയോ തരേണ്ടത്? പ്യുവറായിട്ട് അവിടെ ബ്ലാസ്റ്റ് നടന്നതിനുള്ള സൂചനയും അവിടെയുള്ള ആൾക്കാരുടെ നിലവിളിയും എല്ലാം ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. കർണാടക ന്യൂസിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെയുള്ള മണ്ടന്മാർക്ക് മാത്രമേ ഇതിൻ്റെ ന്യൂസുകളെ കുറിച്ച് ഒന്നും അറിയാതായിട്ടുള്ളൂ. ആർമി എന്താണ് ചെയ്തത്? മറാത്ത ലെജിമെൻ്ററി വന്നെന്ന് പറയുന്നു. അവിടെ നിന്ന് വന്നിട്ട് എന്താണ് ചെയ്തത്? ഒരു എക്യുപ്മെൻറ്റും കൊണ്ടുവരാതെ. ആ സ്ഥലത്ത് ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന BJPയും ഇവിടെ ഭരിക്കുന്ന LDF ഒരുത്തന്മാർക്കും ഒരു ഗുണവുമില്ല, ഒരു ഉപയോഗവുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അവിടെ രക്ഷാപ്രവർത്തനം നടക്കണമെങ്കിൽ മനുഷ്യർ തന്നെയായിട്ടുള്ള മനുഷ്യത്വം ഉള്ളവന്മാർ ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ. രാഷ്ട്രീയ നേട്ടമുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് ആയിരുന്നെങ്കിൽ, അത് ഇലക്ഷൻ സമയം വല്ലതും ആയിരുന്നെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അവർ കണ്ടുപിടിച്ചേനെ, മത്സരിച്ച് കണ്ടുപിടിച്ചേനെ. കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് യൂസുമില്ല അവർക്ക്. അവരൊക്കെ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാദ്യം പുറത്തു വരണം. അതിനായി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ആ ഒരു ജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും നമുക്കും ആർക്ക് വേണമെങ്കിലും ഇതുപോലെ അവസ്ഥ വരാം. VIP-മാർക്കും അവരുടെ മക്കൾക്കും മാത്രമേ ഇവിടെ ഉപയോഗമുള്ള രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. സാധാരണ മനുഷ്യരായിട്ടുള്ള ആർക്കും ഒരു ജീവന് വിലയില്ലെന്ന് ഇതോടെ മനസ്സിലായിട്ടില്ലേ?